ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല നനവോടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചൂടോടുള്ളൊരു കഥ. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പം എൻ്റെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത്, എനിക്കൊരു ഉമ്മച്ചി കുട്ടിയായിട്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അതായത് അവളുടെ പേര് എന്ന് പറയുന്നത് ഫാത്തിമ എന്നായിരുന്നു. അപ്പോൾ അവൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിച്ചായിരുന്നു. പക്ഷേ അവൾക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവൾക്ക് ആരുണ്ടായിരുന്നില്ല. ഐ മീൻ, അവൾക്ക് ഏട്ടന്മാരും ഏട്ടത്തിയും അനിയനും അനിയത്തിയും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ഒറ്റ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ വിഷമായിരുന്നു. എന്നെ ഡെയിലി അവളുടെ വീട്ടിലേക്ക് വിളിക്കും. ഞാനാണെങ്കിൽ ഡെയിലി അവളെ വീട്ടിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഒറ്റ മകള് കാരണം തന്നെ അവൾക്ക് എല്ലാം ഉണ്ട്. അവൾക്ക് എല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത്യാവശ്യം ക്യാഷുകാരിയാണ്, പൈസയുണ്ട്. അപ്പൊ അവൾക്ക് എല്ലാ സാധനവും അവളുടെ വീട്ടിൽ ഉണ്ടാവത്തില്ലേ. അപ്പോൾ എനിക്കും അതിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. ഞാൻ ഡെയിലി അവളുടെ വീട്ടിലായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ അവളുടെ വീട്ടിൽ നിൽക്കും. എനിക്ക് എന്താന്ന് വെച്ചാൽ അവളുടെ ഉമ്മച്ചിക്ക് ഞാൻ പോകുന്നത് വലിയ ഇഷ്ടമായിരുന്നു. എന്താന്ന് വെച്ചാൽ അവര് ഒരു ഒറ്റപ്പെട്ട ലൈഫ് പോലെയായിരുന്നു. എത്ര ക്യാഷ് ഉണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു ആൾക്കാർ വീട്ടിലില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവൾ എപ്പോഴും അവളുടെ അമ്മയ്ക്ക് അവളുടെ ഉമ്മ വൈകുന്നേരം ആകുമ്പോ തന്നെ വിളിക്കും, നീ ഗംഗയെ വിളിച്ചു കൊണ്ടുപോവാ. അങ്ങനെ എന്നെ വിളിച്ചു. അവള് എന്നെ കോൾ ചെയ്യും, വാടി നീ എന്താ ഇന്ന് വരാത്ത, എൻ്റെ ഉമ്മ ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചായക്ക്, അതായത് വൈകുന്നേരം നല്ല 5 മണിക്ക്. അവളെന്ന് പറയുന്നത് വലിയ വീടായിരുന്നു. വലിയ 2 നിലയുള്ള ഒരു 40 സെന്റിൽ ഒരു വലിയ വീട്, അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വരാന്തയില് ഒരു ഊഞ്ഞാലല്ല, ആടത്തില്ല, ഒരു ഊഞ്ഞാല പോലെ ഒരു സംഭവത്തില് അതിന് ഒരു ടേബിളും, അതായത് പുറത്ത് വരാന്തയിൽ, പുറത്ത് ഇന്റർലോക്ക് ഇല്ലേ, കാറൊക്കെ ഇടുന്ന ഇന്റർലോക്ക്, അവിടെ ആയിരുന്നു നമ്മൾ ചായ കുടിക്കാറുണ്ടായിരുന്നത്. ആരും തന്നെ പുറത്ത്, വലിയ ഗേറ്റും വലിയ മതിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ചായ കുടിക്കാം, ഒരു പ്രത്യേക സുഖം. എനിക്ക് അവരെങ്ങാനും എവിടെയെങ്കിലും ഒരു ഫാമിലിയുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയെങ്കിൽ എനിക്ക് അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ ശരിയാവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയും പോകാറുണ്ടായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെ പോകാറില്ല, കാരണം അമ്മയ്ക്ക് വീട്ടിൽ പണിയും എപ്പോഴും അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്തായാലും നമ്മൾ അമ്മമാര് അങ്ങനെ പോകത്തില്ലല്ലോ നമ്മളെ പോലെ. അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അവിടെയുള്ള ആ വരാന്തയിലെ ഇളം നല്ല കാറ്റും നല്ല മൂടവും. അത് നമ്മള് ചായ കുടിക്കല് ഒരു 5:45 ആ ടൈമായിരുന്നു. നല്ല മൂടവും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള, പറഞ്ഞു മനസ്സിലാവത്തില്ല. ഞാൻ എപ്പം പോയെങ്കിൽ ആ വീട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതുപോലുള്ള ഒരു സ്ഥലമായിരുന്നു അവളുടെ വീട് എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എല്ലാവരും അവിടെ വേഗം തന്നെ ചെല്ലും. അത്രക്കും വേഗം ഒരാൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു ദിവസം അവളുടെ അമ്മ ചായ കുടിക്കുന്ന ടൈം എന്നോട് പറയുകയായി, ഞാൻ ഈ മാസം ലാസ്റ്റ് ഗൾഫിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നീ വേണം ഇവിടെ നിൽക്കാൻ വേണ്ടി. ഒരു മാസം എന്തായാലും നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ പേരുണ്ടായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു എണ്ണത്തിലേ വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഞാൻ തീർച്ചയായിട്ടും നിൽക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നിന്നെങ്കിൽ നിനക്ക് 3 നേരം ഫുഡും ഒക്കെ തന്നെ ഞാൻ ഓർഡറാക്കി തരും എന്ന് എന്നോട് പറയുമ്പോൾ പിന്നൊന്നും പറയണ്ടല്ലോ. ഞാൻ അങ്ങനെ ഫാത്തിമയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ ചായയൊക്കെ കുടിച്ചു, വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ സന്ധ്യ ആകുമ്പോൾ വീട്ടിലോട്ട് ചെല്ലുന്ന ടൈം അവൾ പെട്ടെന്ന് എനിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അമ്മ കാണാതെ വിളിക്കാം. ഞാൻ ചോദിച്ചു, എന്താടി, എന്താ? അത് പിന്നെ നിന്നോട് അമ്മ പറഞ്ഞില്ലോ. എന്ത്? അതായത് അമ്മ ഗൾഫിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, അതേ പറഞ്ഞു. അതിനിപ്പോൾ എന്താ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. എനിക്ക് അവനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, അതിന്? ഞാൻ വിചാരിച്ചു അവൻ ചിലപ്പോൾ ഇവളുടെ ക്യാഷിന് വേണ്ടി, അതായത് ഇവള് അത്യാവശ്യം ലുക്കില്ല, പക്ഷെ ഇവളുടെ പണത്തിന് വേണ്ടി കുറെ പയ്യന്മാർ ഇവളുടെ പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ഇവന് ക്യാഷ് ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഇവളെ ക്യാഷ് കണ്ട് പ്രണയിക്കുന്നതായിരിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി ഇവളെക്കാളും റിച്ചായിരുന്നു അവനെ എന്നുള്ള കാര്യം. പക്ഷെ പറയാന്ന് വെച്ചാല് അവളായിരുന്നു റിച്ചും, പക്ഷെ കാണാൻ കൊള്ളുന്നതിൽ അവൾ അത്ര വലിയ കാണാൻ പോരാ. ഞാനായിരുന്നു കാണാൻ ഏറ്റവും സുന്ദരി. അങ്ങനെ ഫസ്റ്റത്തെ ദിവസം തന്നെ ഞായറാഴ്ച അവൻ വന്നു. അവളാണെങ്കിൽ കെട്ടിയൊരുങ്ങി പുതിയ ഡ്രസ്സും പെർഫ്യൂമും ഒക്കെ തന്നെ അടിച്ചു. അവനുള്ള ജ്യൂസും ഫുഡും ഒക്കെ തന്നെ വെളിയിൽ നിന്ന് ഓർഡറൊക്കെ ചെയ്തു. നമ്മൾ റെഡി ആയിരുന്നു. പക്ഷെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഇവൻ സാധാരണക്കാരനല്ല. വെറുതെ ലവ് ആക്കാൻ വേണ്ടി, ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ലവ് ആക്കാൻ വന്ന പയ്യനല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം അവൻ എൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്നോടാണ് ഇഷ്ടം തോന്നിയത് അവളെക്കാളും. അവള്
അപ്പുറം പോകുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചു നിന്റെ പേരെന്താ, നിന്റെ വീടെന്താ, അങ്ങനെ ഇങ്ങനെ. അവളുടെ മുമ്പിൽ നിന്ന് അധികം എന്നെ നോക്കി കളിയാക്കാനും എന്നോട് സംസാരിക്കാനും എന്നോട് ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ പക്ഷെ അവനക്ക് മനസ്സിലായി ഞാൻ ഇവളുടെ കൂടെ അധികവും കൂടുന്നത് എനിക്ക് ക്യാഷിന് ആവശ്യം ഉണ്ടാകുമ്പോഴായിരുന്നു. എന്നെ സഹായിക്കല് ഇവളും ഇവളുടെ അമ്മയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ കോളേജ് ഫീസും ഒക്കെ തന്നെ കെട്ടല് ഇവ രണ്ടുപേരായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്ക് മനസ്സിലായി എനിക്ക് ക്യാഷിന് നല്ല ആവശ്യമുണ്ട്, ഞാൻ ഈ ക്യാഷിന് വേണ്ടി എന്ത് ചെയ്യും. പക്ഷെ ഇവളെന്ന് പറയുന്നത് ഇവൾക്ക് പ്രണയിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവളുടെ മനസ്സിലെന്ന് പറയുന്നത് ഇവനെ ഒന്ന് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ഇവന് അതിനല്ല. സാധാരണ ലവ് ആവുന്ന ടൈം കുറച്ച് എൻജോയ്മെന്റ് എല്ലാം ആർക്കായാലും ആഗ്രഹം ഉണ്ടാവത്തില്ലേ, അതുപോലുള്ള ആഗ്രഹമൊന്നും ഇവൾക്ക് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് മനസ്സിലായി. ഇവന് അതിലും കൂടുതൽ മനസ്സിലായി. കാരണം വീട്ടിൽ ആരുമില്ലാത്ത ടൈം പോലും ഇവന് വേണ്ടതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ നോട്ടം നടുന്നത് എന്നിലായിരുന്നു. ഇവന് മനസ്സിലായി എനിക്ക് കുറച്ച്. ഞാൻ ചോദിച്ചു അതിനിപ്പോ ഞാൻ എന്ത് വേണം? അങ്ങനെയല്ലടി, ഞാൻ നിന്നോട് പറയാത്തയാ. ഞാൻ അവനും പ്രണയത്തിലായിട്ട് 3-4 മാസമായി. ഇന്നേ വരെ നമ്മൾ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടില്ല. ചാറ്റ് മാത്രമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളും അമ്മയുടെങ്കിലും പോയെങ്കിൽ. അപ്പൊ ഞാൻ ചോദിച്ചു അതല്ല നീ ഇപ്പൊ ഇതെന്താ എന്നോട് പറയാനുള്ള കാരണം? അങ്ങനെയല്ലടേ, നീ ഞെട്ടണ്ട എന്ന് വിചാരിച്ച. ഞാൻ ചോദിച്ചു എന്താ ഞെട്ടണ്ടാത്ത? അഥവാ നീ എൻ്റെ വീട്ടിൽ വന്നെങ്കിലും ഞാൻ അവനെ വീട്ടിൽ കയറ്റാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് അമ്മ ഗൾഫിൽ പോകുന്നതും ഒക്കെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാവുന്നു. നീ ഒന്നും പേടിക്കണ്ട. നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചില്ല അമ്മ നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെ മാമയുടെ അടുത്ത്, അമ്മ അല്ല ഉമ്മ, മാമയുടെ അടുത്ത് പറഞ്ഞേക്കുമെന്നായിരുന്നു. അതായത് മാമ, ഗ്രാൻഡ് മദർ. അപ്പൊ അവള് പറഞ്ഞു ഓ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതെയോ, നമുക്ക് നോക്കാം. അപ്പൊ അവള് പറഞ്ഞു നോക്കാനല്ല, എന്തായാലും അവനെ ഞാൻ വീട്ടിൽ കയറ്റും. നീ ഇതൊന്നും ആരോട് പറയാൻ നിൽക്കരുത്, പേടിക്കാനും നിൽക്കരുത്, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അന്ന് രാത്രി കോളൊക്കെ കട്ട് ചെയ്തു. പിന്നീട് എനിക്ക് ഉറക്കൊന്നും വന്നില്ല. കാരണം ഇതാരാണ്, ഇതെങ്ങനെയാണ്, ഇതെപ്പോഴാണ് കോളാക്കാൻ പറ്റത്തില്ല. അവളുടെ അമ്മ കോളൊക്കെ ആക്കാൻ പ്രശ്നമില്ല, പക്ഷെ അവളുടെ അമ്മ അറിഞ്ഞ സീനല്ലേ. അങ്ങനെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പാതിരാത്രി കോള് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിനാണ് അവളെ വിളിക്കുമ്പോൾ അവൾ മറ്റൊരു കോളിലായിരിക്കും. ഞാൻ വിചാരിച്ചു പിന്നെ ഗൾഫിൽ നിന്ന് ഉപ്പയോ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാനും നിന്നില്ല. ഇവള് തന്നെ പറയുമ്പോൾ ഞാൻ ഒന്ന് ഷോക്കായി. അങ്ങനെ ഇവളുടെ അമ്മയൊക്കെ ഗൾഫിലൊക്കെ പോവാൻ തുടങ്ങി. അങ്ങനെ ഇവളമ്മ ഗൾഫിൽ പോയി. ഒരു ഞായറാഴ്ച അവന് വരാമെന്നൊക്കെ പറഞ്ഞു. ഇവളാണെങ്കിൽ നല്ല ഡ്രസ്സും നല്ല സ്പ്രേയും പെർഫ്യൂമും ഒക്കെ വാരി വിതറി റൂമും പുരയും മുഴുവനും ആ മണായിരുന്നു. പക്ഷെ ഇവര് നടന്നത് അതിനേക്കാൾ. ഞാൻ ഇവരോട് 15,000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവന് മനസ്സിലായി. കാരണം എനിക്കിപ്പോ ക്യാഷിന് ആവശ്യമുണ്ടെന്ന്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു. പിന്നീട് എനിക്ക് അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ നിന്നും ഞായറാഴ്ച പോയി. പിന്നീട് അവൻ എനിക്ക് മെസ്സേജ് അവൻ എന്നോട് പറഞ്ഞു നിനക്ക് ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, നീ ഇനി അവളോട് ചോദിക്കണ്ട. നിനക്ക് 10 വേണ്ടത്, ഞാൻ നിനക്കൊരു 50 തരാം. ഞാൻ പറയുന്നത് പോലെ നീ ഒന്ന് ചെയ്തു തരുമോ? അപ്പൊ ഞാൻ ചോദിച്ചു നിനക്കെന്താ? അപ്പൊ അവൻ പറഞ്ഞു ഞാൻ 50,000 രൂപ വെറുതെ തരുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന കാര്യം നിനക്ക് ചെയ്തു തരണം. ഞാൻ ചോദിച്ചു എന്താ? അതായത് ഇനി അവളെ കാണാൻ വരുന്ന ടൈം എനിക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പൊ തന്നെ എൻ്റെ കയ്യും കാലും വരച്ചു. ദൈവമേ ഇതെന്താണ്? അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇനി നിന്നെ കാണാൻ വേണ്ടി അവിടെ ഒരിക്കൽ വരും. അടുത്ത ഞായറാഴ്ച ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അന്ന് എനിക്ക് അവളെ ആയിരിക്കില്ല, എനിക്ക് നിന്നെ ആയിരിക്കും നേരെ ഒന്ന് കാണേണ്ടത്. ഞാനിപ്പോൾ നിനക്ക് 25,000 രൂപ അയച്ചു തരുന്നുണ്ട്. ബാക്കി ഞാൻ വന്നതിന് ശേഷം ബാക്കി 25,000 ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എൻ്റെ കണ്ണിൽ ഡയമണ്ടൊക്കെ തിളങ്ങി. എനിക്കാണെങ്കിൽ ക്യാഷ് മതി. അങ്ങനെ എനിക്ക് മനസ്സിലായി അവൾക്കും അവനോടൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, അവനും അവളോടൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഞായറാഴ്ച അവൻ വീണ്ടും വരികയാണ് അവളെ കാണാൻ വേണ്ടി. ഈ നേരം അവൾക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും TV ഒക്കെ കാണുമ്പോൾ അവൻ മെല്ലെ എൻ്റെ അടുത്തൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവൻ പറഞ്ഞു നമുക്ക് ഉച്ചക്ക് ചോറ് കഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങാം. അങ്ങനെ ഉറങ്ങിയതാണ് നമ്മൾ 3 പേരും. പിന്നീട് ആ ഉറക്കത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ആ 25,000 രൂപയും എനിക്ക് കിട്ടി. ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് തന്നെ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട്. പിന്നീട് അവൻ ലവ് ആക്കിയത് അവളെ ആയിരുന്നില്ല. അങ്ങനെ അവനും ഞാനും ലവ് ഒക്കെ ആയി. അവൻ്റെ കയ്യിൽ നിന്നും കുറേ ക്യാഷും എനിക്ക് കിട്ടി, അവനും കുറേ സന്തോഷങ്ങളൊക്കെ കിട്ടി. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഞാൻ ഒരു സ്കാനർ ഇടുന്നതായിരിക്കും.
അതിൽ 500 രൂപ പേ ചെയ്താൽ ഞാൻ ഉടനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും, ആഡ് ആക്കുന്നതായിരിക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വീഡിയോ കോൾ, വീഡിയോസ്, ഗേൾസ് ചാറ്റിങ്, ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കണം. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എന്തായി കുഞ്ഞെ എനിക്ക് മെസ്സേജ് അയക്കൂ, നീ എന്താണ് ഇങ്ങനെ, എനിക്കൊരു ഡിമാൻഡാണോ, ഒന്ന് വോയിസ് ഇട്, ഒന്ന് ഡെമോ പിക്ക് ഇട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്താൽ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കിടുക്കാച്ചി കിണ്ണം കാച്ച കഥകളായിരിക്കും. നിങ്ങൾക്ക് രാത്രി നല്ല രീതിയിൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ 500 രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.